ഗൈസ് നല്ല മഴയാണ് കേട്ടോ. പുറത്ത് നല്ല മഴയും പള്ളിക്കുന്ന് നല്ല തക്ബീറും കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ ഇവിടെ പെരീന്നാണ് പിന്നെ ചൊല്ലണത്. മഴ ആയതുകൊണ്ട് പള്ളിക്ക് പോയിട്ടില്ല അല്ലേ. നാളെ ഇപ്പൊ എന്താണ്? വലിയ പെരുന്നാളാണല്ലേ. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പെരുന്നാള് തറവാട്ടിലാണ് കേട്ടോ. നമ്മളെ വീട്ടിലാണ്, ഇവിടെ അല്ല, കുടിയിലാണ് പെരുന്നാള്. ചെറിയ പെരുന്നാൾ ഇവിടെ ആയതുകൊണ്ട് ഇപ്പം ഉമ്മ പറഞ്ഞ നമുക്ക് വലിയ പെരുന്നാൾ അവിടെ കഴിക്കാന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ഞങ്ങൾക്ക് അവിടെയാണ് പെരുന്നാൾ. ഇതൊക്കെ ചൊല്ലണം കേട്ടോ. അതൊക്കെ നല്ല ഒരു കുട്ടികളാണല്ലേ. അപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണ്ടേ. ഞങ്ങള് സ്കൂൾ തുറക്കാനായിക്കണം. അപ്പൊ ഞങ്ങള് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല പെരുന്നാക്കും അല്ലേ. നാളേക്കൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. എൻ്റെ ടിഷു ബേബിക്ക് കുറച്ച് മൈലാഞ്ചി പാവസം അതൊക്കെ വാങ്ങണമെന്ന് കരുതുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നെയിൽ പോളിഷോ? നെയിൽ പോളിഷ് ഒന്നും വേണം. അപ്പൊ എന്തൊക്കെയാണ് പെരുന്നാളായിട്ട് എല്ലാരും വീട്ടിലെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ കമന്റ് ചെയ്യാം. ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഞങ്ങളവിടെ സ്പെഷ്യല്. ടിഷയ്ക്ക് ഇപ്പൊ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കൽ തുടങ്ങിയിക്കണ്. പാത്രം സ്പൂണും കൊണ്ട് ഇറങ്ങിയിരിക്കണോള്. ഗൈസ് ഞങ്ങൾ അങ്ങനെ പോവാനൊക്കെ റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ എന്താ അബ്രഹാം എന്താ ഇവിടെ ക്രീം ലോഷനൊക്കെ ആകെ തേക്കുന്നുണ്ട്. ലോഷനിൽ കുളിക്കുന്നുണ്ടോ അവന്? അയിക്കോക്ക് കണ്ണാടിക്കൊക്കെ ലോഷനിൽ ഇങ്ങോട്ട് കുളിച്ചാണ് അവന്. വെള്ളത്തിൽ കുളിച്ചാണെന്ന് എനിക്ക് വയ്യ, മണം ഉണ്ടാവില്ല. അപ്പോൾ അവന് എന്താ ലോഷനിലാണ് അവന് കുളിക്കണത് അല്ലേ. അപ്പം ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി കാക്കുവിനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. 10 മണിക്ക് ഞങ്ങൾ മാറ്റി നിൽക്കുമെന്ന് പറഞ്ഞതാണ്. 10:30 ആയി ഇപ്പം നേരം, പക്ഷേ കാക്കുവിനെ കാണാനില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെ അവിടുന്ന് അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ അബ്രഹാമേ. അപ്പം ഞങ്ങൾ പർച്ചേസിങ്ങിന് പോകാൻ റെഡി ആയിരിക്കാം കേട്ടോ. പർച്ചേസിങ് അറിയാൻ കാര്യമായിട്ടുള്ള പർച്ചേസിങ് ഒന്നും ഇല്ല. ഇനിയിപ്പോൾ ഈ സമയമായില്ലേ, വെറുതെ ഒന്ന് പെരുന്നാൾ തലേന്ന് ഒന്ന് റൗണ്ട് അടിക്കാന്ന് കരുതിങ്ങണ്ട് ഇങ്ങനെ മാറ്റി നിൽക്കണം അല്ലേ. നമ്മളെ ടിഷ ബേബി ഉണ്ട് കേട്ടോ ഇവിടെ. ടിഷ ബേബി പിന്നെ എൻ്റെ ബാഗിൽ ഓളെന്തോ കൊണ്ടുവന്ന് വെച്ചിരിക്കണത് ഇവിടെ. ഗൈസ് അബ്രഹാമിന്റെ കോസ്റ്റ്യൂം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഓന് നോക്കിക്കോ ഇതാട്ടോ അബ്രുവിന്റെ കോസ്റ്റ്യൂം. ഇതാണ് സെറ്റാണ്. ഓ മാറ്റാൻ എടുത്തതാണ് ഇപ്പൊ ഈ പൗഡർ. നോക്കി പൗഡർ ഇവിടെ കൊട്ടിക്കണം. പിന്നെ ഇപ്പഴതാ നോക്കിയ പറ എന്തേലും. ഞങ്ങള് സെയിം പിച്ചാട്ടോ. ഞാനും കുഞ്ഞോളും പച്ചയും പച്ചേട്ടോ. ഞങ്ങളൊക്കെ പച്ചപ്പ് പച്ചപ്പിന്റെ ആൾക്കാര്. പച്ചപ്പുൽച്ചെടികളാ. എങ്ങോട്ടാണ് വന്നിക്കണത്? ഔതാ അല്ല നിക്കേജ് പറ എടുക്കണം വന്നിക്കണ. കൊറേ ദിവസമായി അത് പറയണം. സ്കൂൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം. സ്കൂൾ ഷോപ്പിങ് രണ്ടും. അപ്പൊ ഞങ്ങള് ഇറങ്ങലെന്നാ ഇറങ്ങിയപ്പോഴൊക്കെ ഇറങ്ങിക്കട്ടോ. നല്ലൊരു സംഖ്യ ബില്ലായിക്കണല്ലേ. ബില്ലാക്കിക്കണേ. ബാഗ് നോട്ട്ബുക്ക് കൊടുത്തിട്ടുള്ളൂ 5000 മൂന്നാളില്ലേ. ഇതിനൊക്കെയുള്ള മെച്ചുണ്ടാവും നിങ്ങൾക്ക് വലുതായിട്ട്. 3 കൂടി ആയാലും 7 ആകുള്ളൂ. ഒരു കണക്ക് സംഖ്യ. സ്കൂള് തുറക്കുമ്പോ നോക്കണേ, അതിനായിട്ട് നിങ്ങള് നയിച്ചേണ്ടി വരും. സ്കൂൾ തുറക്കുമ്പോ സാധനം വാങ്ങാനായിട്ട്. സ്കൂൾ പൂട്ടായ വേറെ
ജിബ്രാനൊക്കെ ഇങ്ങോട്ട് തെരയ്യന്നെ ഓനക്ക് വേണ്ടത് ഇത് മതിയെന്ന് ഓന് സ്കൂൾക്ക് കഴിഞ്ഞ ആഴ്ച പോക്ക് തുടങ്ങി. പാട്ട് ഓർക്ക് സ്കൂളിൽ ചേർത്തിട്ടുള്ളൂ ഓനെ. സ്കൂളിൽ ശരിക്കും കണ്ടിട്ടും കൂടി ഇല്ല. പിന്നെ കണ്ടിട്ടുണ്ടോ? എന്താ നമ്മൾ ചെയ്ത സ്കൂൾ ഷോപ്പിംഗ് എന്താ പറഞ്ഞ ഇനി ബൽക്ക് ഓരോ കൂട്ട ടീഷർട്ട് ഞങ്ങക്ക് മൈലാഞ്ചി ഇത്ര ടിഷർട്ടോ ക്വാളിറ്റി തന്നെ എടുത്തൂടെ ഞാനായിട്ട് കടയിൽ നിർത്തലുണ്ടാവില്ല കേട്ടോ. നിർത്തുന്ന കടയിൽ ഉണ്ടെങ്കിൽ വാങ്ങാം. ഫാൻസിയിൽ നിർത്തിയാ മതി. എല്ലാ ഫാൻസിയിലും ഉണ്ടാവും. നാളെ പെരുന്നാളാ. എല്ലാവർക്കും ഇട്ട് എന്റെ കഴിവ് തെളിയിക്കാനുള്ള കൈകളാണ് ഇത് മുഴുവൻ. സ്റ്റിക്കർ ഒട്ടിച്ച് പറിച്ചാൽ മതി. ആ തന്നെയാണ് ബൽക്ക് ഇത് മുബാറക്കാണ്. അതിന്റെ സ്റ്റിക്കർ ഉണ്ടോ? ഞാൻ ഉണ്ടാക്ക സ്റ്റിക്കറില് ഞാൻ ഉണ്ടാക്ക. അതിനത് ഇപ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തോട്ടോ. ഡ്രസ്സ് സർപ്രൈസ് ആണ്. ടിഷു ബേബിന്റെ ഒക്കെ ഡ്രസ്സ് നല്ല രസമുള്ള ഒരു ഡ്രസ്സ് അല്ലേ? സർപ്രൈസ് അല്ലേ? നമുക്ക് ഈദ് വ്ലോഗിൽ കാണാം ഇൻഷാല്ലാ. ആ ജിബ്രാൻ എന്താ അപ്പൊ ഇതിന്റെ അടിയിലെന്നോ ഒരു ഡയലോഗ് അടിച്ചല്ലോ. എന്തേന്നു അത്? ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞ ഇനി പറ. ഇപ്പൊ ജന്തോന്ന് പറഞ്ഞില്ലേ ഏതോ സിനിമത്തെ ഡയലോഗ്? എന്നാ പറ. മുണ്ടല്ലേ മുണ്ടല്ലേ പറ. ആദ്യം തൊട്ട് പറ. ഡയലോഗ് കാണാതെ പഠിച്ചിക്കാണ്. അയ്യോന്നാണ് റാ വരുന്നില്ലല്ലോ. ഇനി ഒരു ഫാൻസി ഇട്ടോ ഇനി ഒരു ഫാൻസി. അതോടുകൂടി കലാശക്കൊട്ടാണ്. അങ്ങനെ ഞങ്ങള് എന്താ ഇവിടേക്കിരിക്കും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പീച്ചല്ലേ അപ്പൊ ഔദ കുഞ്ഞിന് മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞ്, അതേപോലെ ജിബ്രാനും വേണം മൈലാഞ്ചി പറഞ്ഞ്. എന്താ വേണ്ടത്? അതല്ല ഈദ് മുബാറക്ക് എഴുതി തരാം അല്ലേ? ഓക്കെ ടിഷുമാക്ക് വേണാ ചിട്ടേരും കേട്ടാ. അപ്പൊ ഞാൻ ഇവർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കട്ടെ ഗൈസ്. അങ്ങനെ നേരം വെളുത്ത് ബലിപ്പെരുന്നാളായി. എല്ലാവർക്കും ഞങ്ങളെ വലിയ പെരുന്നാൾ ആശംസകൾ. ഇവിടെ ദാ നല്ല ഉറക്കിലാട്ടോ പാത്തുമ്മ. മറ്റോലെ 4 ആൾക്കാരും പള്ളിയിൽ പോയിക്കണ്. ഞങ്ങൾ നല്ല ഉറക്കിലാണ്. ഞങ്ങൾക്ക് എന്ത് പെരുന്നാൾ അല്ലേ? ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ പെരുന്നാൾ ആഘോഷിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ ഒന്ന് വിളിച്ച് പക്ഷേ എങ്കിലും നീച്ചണില്ല. എൻ്റെ മൈലാഞ്ചി എങ്ങനെയുണ്ട് ഗൈസ്? എനിക്ക് മൈലാഞ്ചി ഇടാനൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആ സ്റ്റിക്കർ വാങ്ങിങ്ങണ്ട് നോട്ടിച്ച്. പക്ഷെ കളറില്ല, മൈലാഞ്ചിക്ക് കളർ വെച്ചില്ല. വെക്കാക്കാരം ടിഷക്കും മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അതൊക്കെ പോയി തോന്നുന്നു. കാലും ഇട്ട് കൊടുത്തിരുന്നു, ഒരു കാലും ഇടാനയക്കല്ല. അപ്പം ഇനി ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഇവളെ നീപ്പിച്ച് ഇവളെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് ഞങ്ങൾ തറവാട്ടിക്ക് പോകും കേട്ടോ. ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് ഇവരെ 4 ആളെ ഔട്ട്ഫിറ്റ് കേട്ടോ. കേട്ടോക്കി ഒരു ടൈയൊക്കെ കെട്ടി നിൽക്കണോക്കി. ഐശ്വര്യ ബൽക്ക് രണ്ടാക്കും പിന്നെ സെയിം എന്താ ചെക്കാണ് എടുത്തിക്കണത്. അല്ല ഷർട്ട്. പിന്നെ ഇബ്രൂന് ഇതാ ഒരു കോഡ് സെറ്റ് ടൈപ്പ് കേട്ടോ. ജീന് ഡെനിമാണ് ലൈബ്രൂൻ്റെ കോട്ടാവിടുന്നുണ്ട്. ഒക്കത്തിന് ഉറക്കം വന്ന അങ്ങനത്തെ ഇതുണ്ടില്ല. പാത്തുമ്മ നടന്ന പായിട്ടാ മതി. ഉള്ള ഡ്രസ്സ് എങ്ങനെയുണ്ട്? അപ്പം എല്ലാവരും കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഇത് കമൻറ്റ് ചെയ്യുക കേട്ടോ അല്ലേ? നിങ്ങളെല്ലാവരും ഒരു ഈദ് മുബാറക്ക് പറഞ്ഞാണി. ഓക്കേ ഗൈസ്, ഞങ്ങൾ തറവാട്ടിക്ക് പോകാൻ ഇറങ്ങിയതാ കേട്ടോ. കാറിന്റെ ചാവി ആരെ പൊട്ടിച്ചേ? എന്ത്
കാക്കുവിന്റെ ഔട്ട്ഫിറ്റ് കേട്ടോ പാന്റ് നോക്കി തെളുങ്ങുണ്ട് ഇങ്ങനെ ലേഡീസ് പാന്റ് ആണെന്നുള്ളൂ അല്ല പറയാ അങ്ങനെ തന്നെയല്ലേ കുട്ടി നിങ്ങളത് തന്നെ ഇഞ്ചത് തന്നെ നിങ്ങളതല്ലേ അതുകൊണ്ടല്ലേ നിങ്ങളത് ഇട്ടത് വേറെ ടീഷ ബേബി ഒന്ന് ഉറങ്ങി നീച്ചിട്ടോ അതിന്റെ ആ ഒരു ഇതാണ് ഇപ്പൊ ഈ കാണുന്നത് ഇബനു അല്ലല്ലല്ല അപ്പൊ ഞങ്ങളൊക്കെ മാറ്റി ഇങ്ങനെ നിക്കാട്ടോ ഗൈസ് അപ്പൊ കാക്കുപട പണി ഒപ്പിച്ചിക്കണേ ഞങ്ങക്ക് ടീഷമ്മ നമുക്ക് പോവാ ഉമ്മ ഉണ്ട് അവിടുന്ന് വിളിച്ചനെ വരാനായില്ലേ ചോദിച്ചിങ്ങാണ്ട് പക്ഷെ ഇപ്പൊ എല്ലാരും വന്നിക്കണമെന്നാണ് ഫുഡ് കഴിക്കാനൊപ്പം കഴിക്കാൻ ഞങ്ങൾ പോട്ടെ ശരിയായോ ഈ ശരിയായോ അതെങ്ങനെ നടത്തുന്ന അങ്ങനെയൊക്കെ പൊട്ടിയതപ്പോ വീണതാണോന്ന് നിങ്ങളെപ്പോഴല്ലേ നടക്കണത് അല്ലേ ടിഷ ഉണ്ടല്ലേ ഉറക്കം തൂങ്ങി അങ്ങെത്തിക്കണം ഞങ്ങളങ്ങനെ തറവാട്ടിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് നമ്മളെ വീട്ടിൽ തന്നെ തിരിച്ചെത്തിക്കണം കേട്ടോ അപ്പോൾ തറവാട്ടിൽ നിന്ന് വ്ളോഗ് എടുക്കാനൊന്നും കൂടിയിട്ടില്ല എന്താ ഞങ്ങൾ ഫുഡ് കഴിച്ചങ്ങാണ്ട് അങ്ങനെ പോകുന്നതാണ് വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ കാക്കു വിളിച്ചിനി നമുക്ക് കുട്ടികളെയും കൊണ്ടുവന്ന് വാണിയമ്പലത്തിൽ കൂടെയൊക്കെ പോയി ഓൽക്ക് എന്തൊക്കെയോ ബലൂണും ഇട്ടാപ്പൊട്ടിയൊക്കെ വാങ്ങിക്കൊടുക്കുക ഓല മാറ്റി കൊടുക്കുകയാണെങ്ങാണ്ട് വിളിച്ചിനി അപ്പം മറ്റൊരു 3 ആൾ തറവാട്ടിൽ തന്നെ കേട്ടോ ഓലിപ്പം വന്നീന്ന് ഇവിടെ എന്താ ഉളിയത്തിൻ്റെ ഇറച്ചി കൊണ്ടുവന്നേരാൻ വേണ്ടി കണ്ട് ഇപ്പോൾ വന്നിന് അപ്പോൾ ഇപ്പം എൻ്റെ ഒപ്പം പോയിക്കണം അപ്പോൾ ഞങ്ങൾ രണ്ടാളും മാറ്റി റെഡിയായി ഇങ്ങനെ ഇരിക്കുക അല്ലേ ഇപ്പോൾ തറവാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നങ്ങാണ്ട് ഡ്രസ്സൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഒരു ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കേന് അപ്പോഴാണ് കാക്കു വിളിച്ചത് പിന്നെ ഇങ്ങോട്ട് പോരണ്ടെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷെ ഞാൻ ഉണ്ട് ഇറങ്ങാണ്ട് വലിഞ്ഞേറി പോവുകയാണ് ഇന്നലെ ഒരു ബ്ലോഗ് ഇട്ടിട്ടോ എല്ലാരും പോയി ഇല്ലല്ല ആ വ്ളോഗൊക്കെ ഇതിലാണ് ബ്രോ ആ വ്ളോഗൊക്കെ പാടെ കൂട്ടിങ്ങാണ്ട് ഒരു വ്ളോഗാണ് നമ്മളിന്ന് ഇടുന്നത് തറവാട്ടിൽ നിന്ന് എൻ്റെ കമ്മൽ എങ്ങനെയുണ്ട് ഗൈസ് എല്ലാവരും നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മൈലാഞ്ചി വെക്കിൻ്റെ എൻ്റെ മൈലാഞ്ചി വെക്കട്ടെ ഞാൻ ഈദ് മുബാറക്ക് എഴുതി കൊടുത്തത് കേട്ടോ അപ്പോൾ ഏതായാലും ഒരെങ്ങനെ കാത്തുക്ക ശാന്തിയിലെത്തി എണ്ണങ്ങാണ്ട് നിന്നതാണ് ഞങ്ങൾ ഇവിടെ വാതിലൊക്കെ പൂട്ടി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ നല്ല മഴ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ പെരുന്നാൾ വിശേഷങ്ങൾ തറവാട്ടത്തെ വ്ളോഗ് എടുക്കാൻ കൂടിയില്ല എല്ലാരും ക്ഷമിക്കുക അല്ലേ മമ്മാനെ ഒന്നും കാണിക്കാത്തതില് ഓരോ തിരക്കിലായപ്പോ പിന്നെ അങ്ങനെ ഓരോരുത്തര് ഓരോ വരവാർ ഇങ്ങനെ ഉണ്ടായിന് പിന്നെ നമുക്ക് വ്ളോഗ് എടുക്കാന് മറ്റേ കാക്കു വ്ളോഗ് എടുക്കുമ്പോ കാക്കു അങ്ങനെ എടുക്കും നമ്മള് ഓരോ കാര്യങ്ങൾ നോക്കിയിട്ടല്ലേ നമ്മള് വ്ളോഗ് എടുക്കാം അപ്പൊ അതുകൊണ്ടാണ് നമ്മള് വ്ളോഗ് എടുക്കാൻ കേട്ടോ അപ്പോൾ ഏതായാലും ഓരോ കാത്തുക്കട്ടോ ഓല് വരട്ടെ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഡെനിമിൻ്റെ ഒരു ഫ്രോക്ക് ടൈപ്പ് ആട്ടോ ഇബ്രുവിൻ്റെ പിന്നെ നമ്മൾ കാണിച്ചു കൊടുത്തിരുന്നു ഇബ്രുവിൻ്റെ പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചെന്നില്ലേ രാവിലെ അത് കൊടുക്കടാ അതല്ലേ അവൻ്റെ അത് എങ്ങനെയും സ്റ്റൈൽ ചെയ്യാം കേട്ടോ ഞാൻ കാക്കു വരുന്നുണ്ട് ഇനായ പറയാണ് കാക്കു വണ്ടിയിൽ ഇറങ്ങിയപ്പോൾ കുറേ പടക്കം വാങ്ങിക്കോട്ടോ എന്താ പറഞ്ഞാലേ എന്തേനായ ചിങ്ങനെ എന്തടിങ്ങനെ സുന്ദരിനായണത് ഞങ്ങളെ എല്ലാരും ഇറങ്ങിയേക്കണ് കുട്ടികളെയും കൊണ്ടിട്ട് സാധനങ്ങൾ വാങ്ങാൻ ഇങ്ങോട്ട് കാക്കുനെ കണ്ടില്ലേ അൻസിഫ് മുനിക്കലിനെ ഇവിടെ നിന്നിട്ടൊരു സമാധാനമില്ല അവിടെ കാക്കോളെ ഓളെ കൊണ്ടുപോകാതെ ഇറങ്ങിപ്പോയിട്ട് ഓ പാവല്ലേ എടാ താത്തണ്ട അബ്രഹാം കൈയെടുക്ക മച്ചി ഇത് താത്തി തരാം എന്ത് കട്ട കട്ട
ഇവിടെ ഇരിക്കും, ഇവിടെ മുന്നില് ഈ കള്ളിയില്. ഇങ്ങോട്ട് ഓട്ടോമീറ്റിയോ എന്താ അടക്ക കാക്കൂനെ അവിടെ കണ്ടിട്ടേ ചാടണം. അവൾക്ക് ചാടാൻ കഴിഞ്ഞെങ്കിൽ അവള് ചാടിനിയോള് പലാസക്കുട്ടി. ഓക്കേ ബുഗു ടിഷ ലിഷേ ബുഗുട്ടോ. ഗൈസ് എങ്ങനെ ഞങ്ങളെ മൂക്കുത്തിപ്പങ്ങളെ അളിയനൊക്കെ വന്നിക്കണല്ലേ. അളിയാക്ക് ഗൾഫിൽ നിന്ന് വന്നിക്കണ്. സർപ്രൈസ് ഇനിയല്ലേക്ക കാക്കു അറിഞ്ഞിട്ടല്ല. കാക്കുനോട് പറഞ്ഞ രണ്ടു മൂന്നാൾക്കാരൊക്കെ ഒരു എനിക്ക് പോയ ടൈമിൽ അവർ തിരിച്ചു വന്നാലും ടിക്കറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായാലും കൂടുതൽ റേറ്റ് ഉണ്ടോ ടിക്കറ്റിനല്ലേ? ഏതായാലും വലിയരുന്നാക്ക് എത്തിയല്ലോ അല്ലേ? കറക്റ്റ് മധുരം കൂടിയായിരുന്നില്ല. അല്ലു നീച്ചെന്നാ അല്ലുവിന്റെ ഉടുപ്പ് കാണിച്ചു കൊടുക്കട്ടെ. അല്ലുവിന്റെ ഡ്രസ്സ് നല്ല രസമുണ്ട് കേട്ടോ. മറ്റേ ബോഡി കോൺ ടൈപ്പ് ആണല്ലേ? ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ. സിലു ഒന്ന് നീച്ചെന്നാ സിലു പിന്നെ ഇതാണ് അല്ലേ? ഒരു കുറവാണ്. ഞങ്ങൾ ഇന്നലെ മിഞ്ഞാന്നോളം മുടി വെച്ചങ്ങാണ്ട് ഒരു വീഡിയോ എടുത്തിനിയും. എന്താ ഇതുണ്ട് ഹീറ്ററില്ലേ, അത് വെച്ചങ്ങാണ്ട് ഇത് കുറവായിട്ട് കാക്കുവാണ് ചെയ്യണതേ. അപ്പൊ ചിരിച്ചാനും വെച്ച പേടിയുണ്ട്. ഇടങ്ങേറായി കുത്തിർക്കേന്. നല്ല അടിപൊളി പായസം ഉണ്ടാക്കി കേട്ടോ കുഞ്ഞോള്. നല്ല അടിപൊളി പായസം, നല്ല സേമിയ പായസം. രസമുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയ പായസം, പെട്ടെന്ന് വരുന്നുണ്ട്. പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പായസം. ഞങ്ങളാണെങ്കിൽ ലോട്ട് പോയി പായസം കുടിച്ച് പായസം കുടിച്ചാൽ എല്ലാരും ഇപ്പൊ പ്രാവശ്യം പായസാണല്ലേ? പായസത്തിനാലാണ് മഴ ആയതുകൊണ്ട്. പിന്നെ ഞാൻ ഫ്രൂട്ട് സലാഡ് ഉണ്ടാകും. പിന്നെയാണ് മഴന്റെ കാര്യം ആലോചിച്ചാണ് പായസം ഉണ്ടാക്കിയത്. മറ്റോള് ഇഷ വെറും പായസത്തിന്റെ ആളായിട്ടാണ്. ആദ്യം കുടിച്ചിട്ടില്ലേ? ഇനി ഇപ്പൊ എന്റെ പായസം കഴിഞ്ഞു. ആദ്യം കുടിച്ചിട്ടില്ലേ? അപ്പൊ എന്താട്ടി ഇത് ചെന്നപ്പോ തന്നെ ഇങ്ങനെ ആക്കി. അപ്പൊ വേഗം നമുക്ക് വെച്ചുകൊടുത്തപ്പോ ടേസ്റ്റ് മനസ്സിലായപ്പോ പിന്നെ കുടിച്ചിട്ടുണ്ട്.